ഗുഡ് മോർണിംഗ് ആൾ. അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും വളരെ പോസിറ്റീവാണ്. ഏകദേശം 390 പോയിൻറ്റ് അപ്പാണ് മാർക്കറ്റ്. ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ 375 അപ്പ് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് ഉണ്ട്. ട്രെൻഡ് എന്തായിരുന്നു പോസിറ്റീവാണ് എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. 375 അപ്പാണ്. ഡോളർ ഇൻഡെക്സ് 99.73 ആണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഇതിന് അഗൈൻസ്റ്റ് ഇന്ത്യൻ INR പെർഫോമൻസ് കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലെവലിൽ ഈ ഡോളർ ഇൻഡെക്സ് താഴ്ത്തി പിടിക്കുന്നതിന് നമ്മളെ ഇന്ത്യൻ റുപ്പി കൂടുതൽ പെർഫോം ചെയ്യുന്നതിന് കാരണമാകും. അതുകൊണ്ട് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഫ്യൂച്ചർ ഒരു അപ് ട്രെൻഡിന് കൂടുതൽ സാധ്യത കൂടും. കാരണം ഈ ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് വരുന്നതുകൊണ്ട്. കാരണം ഇവിടെ ഡോളർ ഇൻഡെക്സ് ഇപ്പോഴും ചെറിയ സ്ലൈറ്റ് അപ്പേ ഉള്ളൂ എങ്കിൽ തന്നെ പോസിറ്റീവാണ്. ADR എടുത്ത് നോക്കുമ്പോൾ അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കാനില്ല. കാരണം ചെറിയൊരു ഇൻഫോസിൻ്റെ ADRും ICICI ADR ചെറിയ മൈനസ്, വിപ്രോ ADR ചെറിയൊരു പ്ലസ്, HDFC ADR മൈനസ്. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ ഒരു ന്യൂട്രൽ എടുക്കാമെന്നുള്ളൂ. മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ന്യൂട്രൽ എന്നുള്ള സെക്ഷൻ മാത്രമേ എടുക്കാനുള്ളൂ. എനിക്ക് തോന്നി ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ റിസൾട്ട് കലണ്ടർ വരുന്നതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ്സ് വരുന്നത്. മാർക്കറ്റ് ഭയങ്കര ബൾക്കായിട്ട് കയറുന്നുള്ള ചിന്ത ചിലപ്പോൾ ഓപ്പണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതയും വരാം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ടാണ് ഇവിടുത്തെ പ്രധാനം. നമുക്ക് നോക്കേണ്ടത് റിസൾട്ടാണ്. ഓക്കെ, ഈ വരുന്ന റിസൾട്ടുകൾ നമ്മൾ ഈ മാർക്കറ്റിലെ ക്വാർട്ടർ റിസൾട്ടുകൾ വരികയായി. റിസൾട്ട് വരുന്നത് ശ്രദ്ധിക്കുന്ന കൗണ്ടറുകളൊന്ന് ഞാൻ നോട്ട് ചെയ്ത് പറയാം. ഒന്ന്, റിസൾട്ട് ഇപ്പോൾ ICICI പൊട്ടൻഷ്യൽ, അത് ശ്രദ്ധിക്കേണ്ട കേസാണ്. IRADA റിസൾട്ടാണ്, ഏഞ്ചൽ 1 റിസൾട്ടാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട മറ്റുള്ളത് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നതിന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന. ഈ റിസൾട്ടൊക്കെ 15 തീയതി തൊട്ട് വരുന്ന റിസൾട്ടുകളാണ്. അപ്പോൾ ഇതിലൊക്കെ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അതിൻ്റേതായ റിയാക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ RIL ഉണ്ട് റിസൾട്ട്. വിപ്രോയുടെ റിസൾട്ട് 16 തീയതി. HDFC IMC, ലൈഫ്, ഇൻഫി 17, ടാറ്റ എലക്സി, മാസ്റ്റെക്, നെറ്റ്വർക്ക് 18, HDFC ബാങ്ക്, ICICI ബാങ്ക്. ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ കൗണ്ടേഴ്സിൽ നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കൗണ്ടറിൽ സ്പെക്കുലേഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. സ്പെക്കുലേഷൻ. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റായിട്ട് മാറും. ഇൻഡെക്സ് ഒരു റേഞ്ച് വരെ അപ് ട്രെൻഡ് വന്നതിന് ശേഷം മാർക്കറ്റിൽ ട്രേഡിംഗ് സൗകര്യം ഓപ്പണായി മാറും. അപ്പോൾ ഇപ്പോൾ 19 തീയതി വരെ ഞാൻ എടുത്തു. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. യെസ് ബാങ്ക് 21 തീയതി. അത് കഴിഞ്ഞ് വരുന്നത് ശ്രദ്ധിക്കുന്നത് ഹാവൽസ്, SCL ടെക് 22, പ്രധാനപ്പെട്ട ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൻറ്റ്, M&M ഫിനാൻസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ. ഏകദേശം 23 തീയതി, അതുകൊണ്ട് 10 ദിവസത്തേക്ക് മുമ്പിലേക്കുള്ള എടുക്കുകയാണെങ്കിൽ 23 തീയതി വരെയുള്ളത് ഞാൻ നോക്കി. ഇതൊക്കെ നമുക്ക് ട്രേഡിംഗ് കൗണ്ടറായിട്ട് മാറുന്നു. ഇതൊക്കെ ചിലപ്പോൾ അപ് ട്രെൻഡ് വരാനുള്ള സാധ്യതയാണ്. ട്രേഡിംഗ് കൗണ്ടറാണ്. കുറച്ചും കൂടി മുമ്പിലേക്ക് പോയി നോക്കാവുന്നതാണ്. നമ്മൾ അങ്ങനെ മുമ്പിലേക്ക് നോക്കണം. എന്താ അറിയോ, ഈ കൗണ്ടറുകൾ, ഈ റിസൾട്ട് വരുന്നതിനുള്ള കൗണ്ടറുകൾക്ക് മുമ്പ് കുറച്ച് മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ സ്റ്റാർട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനത്തെ കൗണ്ടറുകൾ, റിസൾട്ട് വരാൻ പോകുന്ന കൗണ്ടറുകളിൽ മൂവ്മെൻറ്റ്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ LTIM വരുന്നുണ്ട്. അതിൽ പിന്നെ സെയിൻറ്റ്, അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എംഫസിസ്, പെർസിസ്റ്റൻ്റ്, SBI ലൈഫ്, ടെക് മഹീന്ദ്ര. ഓക്കെ, അപ്പോൾ ഈ കൗണ്ടറുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രേഡിംഗ് ആസ്പദമായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റിംഗ് പാറ്റേണിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് നിങ്ങൾ വാച്ച് ചെയ്തോളൂ. കോട്ടക് മഹീന്ദ്ര ബാങ്ക് എനിക്ക് തോന്നുന്നു ഈ കൊല്ലം പെർഫോമറായിരിക്കും. ഭാരത് ഇലക്ട്രോണിക്സ് നമുക്ക് നല്ലൊരു ബൈ ആയിട്ട് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. ഭാരത് ഇലക്ട്രോണിക്സ്. ക്യാംസ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ക്യാംസ്
നമ്മളൊരു ലോജിക്കായിട്ട് ഇത് സംസാരിക്കുന്നത് ട്രംപിൻ്റെ ആക്ഷനും റിയാക്ഷനുമാണ്. ആക്ഷൻ പ്ലാനിൽ നമ്മൾ കണ്ടു, വളരെ ഫാസ്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കണം കണ്ടു. അതുപോലെ തന്നെ എല്ലാം റിലീസ് ചെയ്ത് കണ്ടു. ഇപ്പോൾ ചൈനയോട് പോലും കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്, ചൈനയോട് പോലും കോംപ്രമൈസ് ചെയ്താണ് അവർ ഡീൽ ചെയ്തത്. കാരണം ഇലക്ട്രോണിക് ഐറ്റംസുകൾക്ക് സമാധാനം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ തന്നെ ട്രംപിന് തന്നെ വലിയൊരു യൂറോപ്യൻ യൂണിയൻ്റെ ബാക്കപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് റിയാക്ഷൻ ചെയ്യാൻ സാധ്യത മാർക്കറ്റിലുണ്ട്. എങ്കിലും നിങ്ങൾക്കറിയാം 90 ഡേയ്സിൽ ഇനി പ്രത്യേകിച്ച് വലിയൊരു അപകടങ്ങൾ വിളിച്ചു വരുത്താൻ ട്രംപ് തയ്യാറാവില്ലെന്ന്. ട്രംപിനെ സംബന്ധിച്ചൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചാർജ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഷെയർ മാർക്കറ്റിനെ കുറച്ച് താഴ്ത്തി കൊണ്ടുപോകാൻ ഇത് സഹായിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നല്ല റിക്കവറി ആയിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്നത്. ബേസിക്കലി ഇന്ത്യ പ്രത്യേകിച്ച് ഇപ്പോൾ 90 ഡേയ്സ് എന്നൊരു വലിയ ലോങ് ടൈമാണ്. ഇതിനുള്ളിലേക്ക് ഇന്ത്യക്ക് വളരെയധികം മാർക്കറ്റിൽ റിക്കവറിയുള്ള സാധ്യത കൂടുതലാണ്. ഒറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ റിസൾട്ട് കലണ്ടറാണ്. ഒരു മാർക്കറ്റിൽ റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ ആ ഷെയർസ് താഴത്തേക്ക് പോകും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ റിസൾട്ട് കലണ്ടർ വന്നുകൊണ്ട് നമുക്കൊരു ഹൈപ്പ് ഉണ്ടാകുന്ന സ്പീഡ് ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല റിസൾട്ട്, ഇപ്പോൾ റിസൾട്ട് കഴിഞ്ഞ ഷെയർസുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. റിസൾട്ട് വരാൻ പോകുന്നതിൽ കുറച്ച് റിസ്ക് നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും എല്ലാ കൗണ്ടറും. എന്നാൽ റിസൾട്ട് 100% ഉറപ്പുള്ള കൗണ്ടറുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ബൈ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.